വീക്കെൻഡ് അല്ലേ, എന്തൊരു പരിപാടി? പോയി കിട്ടാനാ ഗൈസ്, വീക്കെൻഡ് ആയിട്ട് നമ്മൾ ഇന്നൊരു ചിക്കൻ ചുടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കോഴി ചുടാനായിട്ട് ഉള്ള പ്രിപ്പറേഷനിലാണ്. ഗൈസ്, ഇനി ചിക്കൻ ചുടാൻ സാധനമൊക്കെ വാങ്ങണം. സോ അടുത്തുള്ള നമ്മൾ വഫയിൽ പോകുന്നു. വണ്ടിയിലൊക്കെ എല്ലാവരും ഓണാണ്. ഇതാ പാട്ടൊക്കെ തുടങ്ങി. നിരാശ എന്താ ഹമേശ നൂലാമാല. കോഴി ഫ്രൈ അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഗൈസ്, എല്ലാവരും ലൈനായിട്ട് അസംബ്ലിക്കെല്ലാം പോണത്. ഇതാണ് നമ്മുടെ വഫ ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പൊ ഇവിടെ നിന്നാണോ എല്ലാം സാധനമൊക്കെ വാങ്ങാൻ. ഗൈസ്, നമ്മൾ കുട്ടയൊക്കെ എടുത്തോണ്ട് പോണ് ഗൈസ്. കട്ട പർച്ചേസ് ഗൈസ്. ഇവിടെ കണ്ട, ഇവിടെ ഒരു അലമാര നിറയെ ചിക്കനാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ കട്ട് ചെയ്തൊക്കെ കിട്ടും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് ഏതോ എടുക്കാമെന്ന്. ഗൈസ്, ഇവിടെ കണ്ട മുയലിറച്ചിയൊക്കെ ഉണ്ട്. കണ്ട മസാല വരട്ടിയ കോഴി ഗൈസ്. ഗൈസ്, നമ്മളൊരു 5 കോഴി എടുക്കാനാണ് പ്ലാന്. അങ്ങനെ ഒരു 5 കോഴിയൊക്കെ എടുത്ത് ഇനി അടുത്ത് ഇത് കട്ട് ചെയ്യാനൊക്കെ കൊടുക്കണം. ഇറച്ചിയൊക്കെ കജക് പൊജക് എന്ന് പറഞ്ഞിട്ട് ഗൈസ്, നമ്മളെ ചിക്കനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടി. സൂപ്പറായിട്ട് ഇതാണ്ട പാക്ക് ചെയ്ത് സൂപ്പറായിട്ട് കിട്ടി. ഗൈസ്, ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള വണ്ടിയിൽ ഇതാണ്ട് ചുമന്നുകൊണ്ട് കിടക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബാക്കി സാധനങ്ങൾ തേടി പോവുകയാണ്. ഗൈസ്, നമ്മൾ ഇനിയും സാധനം എടുക്കാറുണ്ട്. മയോനൈസ്, കെച്ചപ്പൊക്കെ എടുക്കണം. സോ അതൊക്കെ അന്വേഷിച്ച് നമ്മൾ ഈ സൈഡിലോട്ട് വന്ന് ഒലിവ് ഓയിലൊക്കെ നോക്കിയപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം പല ബ്രാൻഡുണ്ട്. പിന്നെ അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു. ഇനിയാണ് ഗൈസ് മെയിൻ സാധനം, നമ്മളെ ചാർക്കോൾ. അത് തപ്പി പോവുകയാണ്. പിന്നെ അതിൽ നിന്നൊരു വലിയ ചാക്കെടുത്ത് അതും ഇട്ട്. പിന്നെ ഗൈസ്, നമ്മളെല്ലാം ഇവിടെ നിന്ന് തന്നെ നോക്കി എടുത്തുകൊണ്ട് പോകണം. പിന്നെ അവിടെ മരുഭൂമി പോയിട്ട് പിന്നെ തിരിച്ചു വരാനൊന്നും പറ്റൂല. പിന്നെ ഗൈസ്, നമ്മൾ കണ്ട അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇനിയും സാധനം എടുക്കാണ്ട്. പിന്നെ ഞാൻ പിന്നെ വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കണം. അങ്ങനെ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി ബില്ലൊക്കെ ചെയ്തിട്ട് ഇനി റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് വേണം ചിക്കനൊക്കെ സെറ്റാക്കാൻ. ചിക്കനൊക്കെ കട്ട് ചെയ്യാനിടുന്നുണ്ട്. ഇൻഫാദ് കത്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ചാർക്കോളിനാണ്, അപ്പോൾ അതിനനുസരിച്ച് കണ്ട എല്ലൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു. പിന്നെ മസാല പിടിപ്പിക്കാനായിട്ട് നല്ലോണം സൂപ്പറായിട്ട് വരയാണ്. കളി എന്താണ്ട് ഒരു സൈഡിൽ സൂപ്പറായിട്ട് മസാലയൊക്കെ സെറ്റാക്കുന്നത്. എന്തോ സ്പെഷ്യലായിട്ടാണ് സെറ്റാക്കുന്നത്. ഇതാണ്ട മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കനൊക്കെ നല്ല റെഡ് കളറിൽ മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ചിക്കനൊക്കെ റെഡിയായി. ഇനി ഇതാണ് നമ്മൾ കണ്ട ഡെസർട്ടിലോട്ട് പോകുന്നത്. ഗൈസ്, അങ്ങനെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് നമ്മൾ കണ്ട ഡെസർട്ടിലോട്ട് പോകാൻ പോകുന്നു. എല്ലാവരും ഉണ്ട്, എല്ലാവരും റെഡിയായി. ഇനി വേറെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, ഇനി വേറെ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഇനി അവരൊക്കെ അങ്ങോട്ട് വന്നോളും. ഗൈസ്, നമ്മൾ കണ്ട ഇവിടെ എത്തി. അടുപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചാർക്കോളൊക്കെ ഇട്ട് കത്തിച്ച് തീയൊക്കെ ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പം അതിൻ്റെ വർക്കിലാണ് ഇൻഫാദൊക്കെ. ഇൻഫാദാണ് മെയിൻ കുക്ക്. അവനിവിടെ വന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഗൈസ്, നമ്മൾ താണ്ട അവിടെ ക്യാമ്പ് ഫയർ സെറ്റപ്പിൽ എല്ലാവരും ചുറ്റിനിരുന്ന് താണ്ട തീയൊക്കെ പാകത്തിന് റെഡിയാക്കുന്നു. എന്നാലേ പിന്നെ നമുക്ക് ചിക്കൻ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളതാണ്ട് അവിടെ വണ്ടിയിൽ നിന്ന് ഇനിയും സാധനങ്ങളൊക്കെ ഇറക്കാറുണ്ട്. അപ്പം അതൊക്കെ ഇറക്കുന്നു. അവരവിടെ സൈഡിൽ പാചകമൊക്കെ ചെയ്യുന്നു. നമ്മളതാണ്ട സാധനങ്ങളൊക്കെ ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യുന്നു. ചിക്കനൊക്കെ റെഡിയായി. നമ്മളതാണ്ട് ഗ്രില്ലിൽ കയറ്റുന്ന ചിക്കൻ. പിന്നെ അതുകൂടെ തന്നെ സൈഡിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ടൊരു വൈബ് മോഡാണ്. അവിടെ എല്ലാവരും ഒരു സൈഡിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിയും തുടങ്ങി.
സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ഏതാണ്ട് ചിക്കനൊക്കെ നല്ല ചൂടായി വരുന്നു. പിന്നെ നല്ല സമയം എടുക്കും, പിന്നെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, എങ്കിലേ സാധനം കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടുള്ളൂ. നമ്മളങ്ങനെ പാട്ടൊക്കെ ഇട്ടുന്ന ഒരു വൈബായിട്ടിരുന്നപ്പോഴാണ് വേണ്ട ഹസമാമായും ഫാമിലിയൊക്കെ വരുന്നത്. പിന്നെ വിന്റർ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ്. സോ നമ്മൾ വേണ്ട സുലൈമാനിയും ചുട്ട ചിക്കനും ഒക്കെയാണ് സെറ്റാക്കിയത്. പിന്നെ ഒപ്പം ഇനി ഫുഡൊക്കെ വാങ്ങുന്നുണ്ട്, അതിന് വേറെ ടീം പോയിട്ടുണ്ട്. അതെ, ഇവിടെ ഏറെക്കുറെ ഒരു സൈഡ് റെഡിയായി ചിക്കൻ. ഇതാണ് നമ്മുടെ പീരുവിന്റെ മോൻ. അവനെന്തോ നോക്കി നിന്നതാ ഡാൻസ് ഒക്കെ കളിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രില്ല് നമ്മൾ ഇറക്കി, ഒരെണ്ണം താണ്ട ഇരിപ്പുണ്ട്, ഇനിയും ബാക്കി ചിക്കനൊക്കെ ഉണ്ട്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് എന്തായാലും എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു ഗൈസ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരും ചിക്കനൊക്കെ ചുടാനൊക്കെ ഡെസേർട്ടിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാനും ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്യാവശ്യം റെഡിയായെന്നാ തോന്നുന്നു. പിന്നെ അതുകൊണ്ട് അവിടെ ഇൻഫാദാണെങ്കിൽ വീശി കൊടുത്ത് തളന്ന്, കാരണം ഇടയ്ക്ക് ഇങ്ങനെ വീശി കൊടുത്താലേ ഹീറ്റൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ. അപ്പോഴേ ചിക്കനും ഒന്ന് ചുട്ട് റെഡി ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കും. സോ അതൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഗൈസ് നമ്മളെ എല്ലാ ചിക്കനും അടുപ്പിൽ നിന്നൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മുടെ ഫുഡൊക്കെ സെറ്റാക്കുന്നു. ഒപ്പം പൊറോട്ടയാണ്. അപ്പം പൊറോട്ട, മയോനൈസ്, കെച്ചപ്പ്, ചിക്കൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പം അങ്ങനെ എല്ലാവരും നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കുന്നു. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഫാമിലിയൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും എന്താ വിശന്നൊക്കെ ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചൂടായപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. മുനീർ താണ്ട ഫസ്റ്റ് കോട്ട ഗൈസ്. അങ്ങനെ എനിക്കും ഒരു പ്ലേറ്റ് കിട്ടി. സംഭവം കഴിഞ്ഞപ്പോഴാണ് ടേസ്റ്റ് കിട്ടിയത്. ഇത് സ്വർഗത്തിലെ കോഴി, നാട്ടുകോഴി, കറുത്ത് വരുന്നാലും രുചിയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറിജിനൽ കരിയിൽ ചുട്ടെടുത്തതാണ്, അല്ലാതെ കുഴിമന്തിയും പുറമന്തിയും ഒന്നുമല്ല. സംഭവം ഉഷാറാണ്. നോക്കിയോ, വായി വെക്കാൻ അടിപൊളി. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഈ നടുക്കത്തെ ഭാഗം കഴിച്ചപ്പോൾ നാട്ടിലൊരു കരുവാടുണ്ടല്ലോ, വളക്കരുവാട്, അതിൻ്റെ അതേ ടേസ്റ്റ്. എല്ലാവരും ഓരോരുത്തർ അഭിപ്രായം പറയും. മോശം അഭിപ്രായം പറയുന്നവര് 50 കൊടുക്കണം. ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തെല്ലാം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മൾ അങ്ങനെ ഇട്ടിട്ടൊന്നും പോകാൻ പറ്റൂല. സോ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്യണം. ഗൈസ് അങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. എന്തായാലും സംഭവം സൂപ്പറായി, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീക്കെൻഡ് അങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മൾ. ഗൈസ് അങ്ങനെ ഒടുവിൽ നമ്മൾ ഫുള്ള് ക്ലീനിങ് പ്രോസസ്സിലാണ്. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഒഴിവാക്കാനും പറ്റൂല. മുനീറിന്റെ ഓരോ കുസൃതികൾ പ്രായത്തിന്റെ ആണോ? അങ്ങനെ ഈ ഒരു വീക്കെൻഡ് ഗൈസ് ഇവിടെ അവസാനിക്കുന്നു. സീ യു ഗൈസ്.